ഏതോ ഓൺലൈനിലൂടെ കേട്ടിട്ട് ഓതി വെച്ച വെള്ളം ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ എന്തിനാ നീ ഉസ്താദന്മാരുടെ പുറകെ പോകുന്നത്? നിനക്ക് തന്നെ ആയത്തെ കുറിച്ച് ഓതിയാ പോലെ എന്തിനാ ഈ വേറെ ഓതാൻ നടക്കുന്നത്? ഈ മൊബൈലിലൂടെ ഒക്കെ നോക്കിയിട്ട് ഓതുന്നതിന് പകരം ഫാത്തിഹ ഓതിയാ പോലെ. അതിനേക്കാൾ വലിയ മരുന്നൊന്നുമില്ലല്ലോ. ഫാത്തിഹ മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അവർക്കിടയിലുള്ള ആത്മീയ ചൂഷണത്തിനെതിരിൽ ശബ്ദിക്കാനുള്ള ആളുകൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. ഞാൻ സ്വീകരിക്കുന്ന കാരണം അള്ളയും റസൂലും പഠിപ്പിച്ചെന്ന കാരണമാണോ? നോക്കേണ്ട സ്ഥലങ്ങളിൽ നോക്കണം. അത് വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വവും തിരുസുന്നത്തിൻ്റെ മഹത്വവും അത് പഠിപ്പിക്കപ്പെടുന്നതിന് പകരം അതിനെ കച്ചവടാക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് പലപ്പോഴും നാട്ടിലുള്ളത്. നമുക്കൊരു ക്ലിപ്പ് കണ്ടതിന് ശേഷം വിഷയത്തിലേക്ക് കിടക്കാം. എന്റെ വീടിന്റെ പരിസരത്ത് ഞാനൊരു വീട്ടിൽ രോഗിയായി കിടക്കുന്ന ഒരാളെ കാണാൻ പോയി. അവിടെ പോയപ്പോൾ അയൽവാസിയായ താത്ത ഓടി വന്നിട്ട് പറഞ്ഞു, എടി എന്റെ ആട് ഇന്നലെ മുതൽ ഒന്നും തിന്നുന്നില്ലെന്ന്. 2 ദിവസമായിട്ട് എന്റെ ആടൊന്നും കഴിക്കുന്നില്ലെന്ന്. ഉടനെ മോളെ വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞു. പെണ്ണകത്ത് പോയിട്ട് ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് വന്നു. ഇതുകൊണ്ട് പോയി കൊടുത്താൽ മതി പറഞ്ഞു വിട്ടു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പിന്നീട് ചോദിച്ചു, ആ വെള്ളം ഏതാണ്? ആ എടുത്തു കൊടുത്ത വെള്ളം ഏതാന്ന് ചോദിച്ചപ്പോൾ അത് രാവിലെ ഏതോ ഓൺലൈനിൽ ഇരുന്ന് മജ്ലിസിൽ ഇരുന്ന് ഓതി വെച്ച വെള്ളം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏതോ ഓൺലൈനിലൂടെ കേട്ടിട്ട് ഓതി വെച്ച വെള്ളം ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ എന്തിനാ നീ ഉസ്താദന്മാരുടെ പുറകെ പോകുന്നത്? നിനക്ക് തന്നെ ആയത്തെ കുറിച്ച് ഓതിയാ പോലെ എന്തിനാ ഈ വേറെ ഓതാൻ നടക്കുന്നത്? ഈ മൊബൈലിലൂടെ ഒക്കെ നോക്കിയിട്ട് ഓതുന്നതിന് പകരം ഫാത്തിഹ ഓതിയാ പോലെ. അതിനേക്കാൾ വലിയ മരുന്നൊന്നുമില്ലല്ലോ. ഫാത്തിഹ ഓതിയിട്ട് ഓതിയാ പോലെ, ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് ഓതിയാ പോലെ. നീ എന്തിനാ ഈ ഷോ കാണിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട ആത്മീയ ചൂഷണങ്ങൾ നടക്കുന്ന കാലം അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കണ്ടല്ലോ, ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം. അൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅമതിഹി തത്തിമ്മു സ്വാലിഹാത്ത് എന്നാണ് ഇതിനെക്കുറിച്ച് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം മൗലവിമാരുടെയും മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അവർക്കിടയിലുള്ള ആത്മീയ ചൂഷണത്തിനെതിരിൽ ശബ്ദിക്കാനുള്ള ആളുകൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. നമ്മൾ 100 വർഷമായിക്കൊണ്ട് നമ്മുടെ മുൻഗാമികൾ കേരളത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പുത്തൻവാദികളായിരുന്നു. അതിൻ്റെ പേരിൽ ഊരുവിലക്കുകളുണ്ടായി. അതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ മാറി അൽഹംദുലില്ലാ. ഇതാണ് നമ്മൾ ഈ പ്രൂഫ് പോയിൻ്റ് പോലെയുള്ള പരിപാടികൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് തന്നെയാണ്. അതായത് ഹക്ക് ഇങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹക്കിനെ സ്വീകരിക്കാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് തൗഫീഖുള്ള ആളുകൾക്ക് കഴിയും. അതേസമയത്ത് തൻ്റെ പാർട്ടിയെ വിജയിപ്പിക്കലും അതുപോലെ തന്നെ തൻ്റെ അബദ്ധ ജടിലമായ വാദങ്ങൾക്ക് തെളിവ് കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നുവല്ലിഹിമ തവല്ല. അവരെ പഠിച്ചവൻ എങ്ങോട്ടാണ് തിരിക്കേണ്ടത് വെച്ചാൽ അങ്ങോട്ട് ആ വൈക്കങ്ങനെ എങ്ങോട്ടാണ് തിരിയുന്നത് വെച്ചാൽ അങ്ങനെ തിരിഞ്ഞു പോകാനേ കഴിയുള്ളൂ. അപ്പോൾ ഏതായിരുന്നാലും അദ്ദേഹം അവിടെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മുസ്ലിം ഉമ്മത്തിലെ പല താത്തമാരും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പല താത്തമാരും ടി വിൻ്റെ മുമ്പിൽ കുപ്പിവെള്ളവും വച്ചിരിക്കുകയാണ്. കാരണം സ്വലാത്ത് അങ്ങനെ ചൊല്ലുന്ന ഒരുത്തൻ ചെന്ന് കണ്ട് എന്നിട്ട് അതിൻ്റെ വറക്കത്ത് ഈ കുപ്പിക്ക് ഇപ്പോൾ ഇറങ്ങുന്നുള്ളൊക്കെ ഇരിക്കുകയാണ്. അത് വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വവും തിരുസുന്നത്തിൻ്റെ മഹത്വവും അത് പഠിപ്പിക്കപ്പെടുന്നതിന് പകരം അതിനെ കച്ചവടാക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് പലപ്പോഴും നാട്ടിലുള്ളത്. വിശുദ്ധ ഖുർആന് പലപ്പോഴും ഓതുന്നതൊരു ബറക്കത്തിന് വേണ്ടി മാത്രമാണ്. ഹദീസ് വായിക്കുന്നതൊരു ബറക്കത്തിന് വേണ്ടി മാത്രമാണ്. അത് ജീവിതത്തിൽ പകർത്തുവാനുള്ള ഒരു മാർഗരേഖയാണ് എന്ന നിലക്ക് ഇന്ന് വരെ അതിനെന്താക്കാൻ കഴിഞ്ഞിട്ടില്ല. കാണുവാനോ സ്വീകരിക്കുവാനോ ഇത്തരം ആളുകൾക്ക് സാധിച്ചിട്ടില്ല. സാധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ പിന്നാലെ ഓടുമായിരുന്നില്ല. അവിടെ അദ്ദേഹം 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, തെറ്റായ മന്ത്രത്തിൻ്റെ രീതിയും പറഞ്ഞെടുത്തു. അതോടൊപ്പം തന്നെ ഹക്കായ മന്ത്രത്തിൻ്റെ രീതിയും പറഞ്ഞെടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ ദീന് എതിർക്കാത്ത രൂപത്തിലുള്ള ശർഈയായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഏത് ചികിത്സകളും ചെയ്യുന്നതോടൊപ്പം തന്നെ അയാളുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ട കാര്യങ്ങളാണ് ഫാത്തിഹ ഓതിക്കൊണ്ടും കുൽഹു അല്ലാഹു ഓതിക്കൊണ്ടും കുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതിക്കൊണ്ടും കുൽ അഊദു ബിറബ്ബിന്നാസ് ഓതിക്കൊണ്ടൊക്കെ മന്ത്രിക്കുക എന്നുള്ളത്. അത് തൻ്റെ സ്വന്തം വിഷയത്തിലാണെങ്കിലും അതുപോലെ തന്നെ തൻ്റെ മക്കളുടെ വിഷയത്തിലാണെങ്കിലും തൻ്റെ വീട്ടിലുള്ള മൃഗങ്ങളുടെ വിഷയത്തിലാണെങ്കിലും ഒക്കെ അത് പറ്റും, അതിൽ സംശയമില്ല. എന്നാൽ അത് പഠിപ്പിക്കുന്നതിന് പകരം സമൂഹത്തിൽ ഇപ്പോഴും എന്താണ്, നിങ്ങൾ കുപ്പിയും വെള്ളം വെച്ചിട്ട് എന്താക്കിയാൽ ടി വിൻ്റെ മുമ്പിൽ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഓണാക്കിയിട്ട് അതിൻ്റെ ഒപ്പം എന്താക്കുക, വെള്ളം വെക്കുക, നമ്മൾ ഓതിക്കഴിഞ്ഞ് എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ GPay ചെയ്യുക, അതോടുകൂടി എന്താവും, മുറാദ് ഹാസിലാവും. അത് മോലേലെ മുറാദ് അതോടുകൂടി ഹാസിലാവും. അതല്ലാതെ ഇവിടെ സംഭവിക്കേണ്ടത് എന്താ വെച്ചാൽ ഷെയ്ത്താൻ്റെ മുറാദാണ് ഹാസിലാകേണ്ടത്. അവ ജനങ്ങൾ ശിർക്കിലേക്ക് അതിലൂടെ എത്തുകയാണ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും സന്തോഷമുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിലുള്ള ഇത്തരം മതക്കച്ചവടങ്ങൾക്കെതിരിൽ ഇറങ്ങി വരുമ്പോൾ അതിന് വലിയ സ്വാധീനം സമൂഹത്തിലുണ്ടാവും. അള്ളാഹു ഹക്കിനെ തുറന്നു പറയാനുള്ള തൗഫീഖ് ഇത്തരം ആളുകൾക്ക് നൽകട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് ഈ വിഷയത്തിൽ തെറ്റുണ്ടാവാനുള്ള ഒരു കാരണം എന്താണ്, ഒരു കാര്യകാരണം എന്നുള്ളത് മനസ്സിലാക്കുന്നിടത്തുള്ളൊരു പ്രശ്നമാണ്. പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ കിട്ടുന്നതാണ്. അതേ സമയത്ത്
അള്ള ഈ ലോകത്തെ സംവിധാനിച്ച ഒരു സംവിധാനവും അതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് ഏത് കാര്യങ്ങൾ നടക്കണമെങ്കിലും ഒരു കാരണവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഉദാഹരണം പറയാം, നമുക്ക് വിശപ്പ് മാറണമെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അള്ള നിശ്ചയിച്ച കാരണമാണ്. അതിന് ഹലാലായ മാർഗങ്ങൾ, ആ സബബ് ഹലാലായ കാര്യങ്ങളോട് സ്വീകരിക്കുമ്പോഴാണ് എന്ത് ചെയ്യണത്, നമ്മൾ ശരിയായ രീതിയിൽ ആ വിഷയത്തിൽ ശരി പറ്റുന്നത്. അതിൽ ഹറാമായ മാർഗത്തിലാണ് നമ്മൾ വയറ് നിറക്കണമെങ്കിൽ അത് ഹറാമാണ്. ഇത് അള്ള നിശ്ചയിച്ച കാരണമാണ്. ഇതുപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് രോഗം വരുമ്പോൾ അള്ള ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. രോഗം മാറാൻ അള്ള ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൃത്യമാകുമ്പോൾ മാത്രമാണ് ഫലം ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് കാരണങ്ങൾ അന്വേഷിച്ച് പോകുന്നിടത്ത് ശർഇന് എന്തെങ്കിലും, അതായത് ഈ ദീനുൽ ഇസ്ലാം എന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നിടത്ത് വലിയൊരു പരിക്ക് നമുക്ക് പലപ്പോഴും പറ്റിയിട്ടുണ്ട്. ചികിത്സൻ്റെ രോഗത്തിന് വിഷയമാണല്ലോ ഇപ്പോൾ ഈ വീഡിയോയിൽ സൂചിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും അസുഖം മാറാൻ അള്ള പഠിപ്പിച്ചു തന്നുണ്ട് മരുന്ന് കുടിക്കണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു ചികിത്സാ മുറകളും അള്ളാഹു പഠിപ്പിച്ചു തന്നു. ഇപ്പോൾ ഖുർആൻ്റെ വിഷയത്തിൽ ഖുർആൻ ഒരു ഷിഫയാണെന്ന് പഠിപ്പിച്ചു തന്നു. ഖുർആൻ ഒരു ഷിഫയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ രോഗം മാറാനുള്ള ഒരു കാരണമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഖുർആൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാർഗങ്ങളിൽ നമ്മൾ വിശ്വാസികൾ ഒരു കാരണത്തെ സ്വീകരിക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ പലപ്പോഴും ഇപ്പോൾ ഒരു ഉദാഹരണം സൂചിപ്പിച്ചു, താത്തമാരെന്ത് ചെയ്യാണ്, ഒരു വീഡിയോകളുടെ മുമ്പിൽ കുപ്പിപ്പാത്രം പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ബറക്കത്തുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളുണ്ട് രോഗം മാറുന്നത് തെറ്റിദ്ധരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കാര്യത്തെ കാരണമായി സ്വീകരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോൾ രോഗത്തിന് ചികിത്സയായിട്ട് ഒരു കാരണത്തെ സ്വീകരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഞാൻ സ്വീകരിക്കുന്ന കാരണം അള്ളയും റസൂലും പഠിപ്പിച്ചെന്ന കാരണമാണോ നോക്കേണ്ട സ്ഥലങ്ങളിൽ നോക്കണം. കൃത്യമായി പറഞ്ഞാൽ, ഇപ്പോൾ ചികിത്സക്ക് എൻ്റെ ഒരു അസുഖം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ കാണുന്നു, അള്ളയും റസൂലും പഠിപ്പിച്ചെന്നൊരു സബബാണ്, കാരണമാണ്. ആ ബോധ്യത്തോട് കൂടിയിട്ടുള്ളതായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ്, നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ ഹക്കീക്കിയായ യാഥാർത്ഥ്യമുള്ള കാര്യങ്ങളായിരിക്കണം സ്വീകരിക്കേണ്ടത്. വ്യംഗ്യമായ കാരണങ്ങളെ നമ്മൾ കാരണമായി സ്വീകരിക്കരുത്. ഉദാഹരണം പറയാം, ഇപ്പോൾ രോഗം മാറാൻ ഏലസ് കെട്ടുന്ന സമ്പ്രദായമുണ്ട്. പല ആളുകളും കണ്ണീർ കെട്ടായിരിക്കാൻ ഏലസ് കെട്ടും, പല വിഷയത്തിന് ഏലസ് കെട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഏലസും ഈ ഒരു വിഷയം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും രീതിയിൽ ഒരു ഹക്കീക്കിയായ ഒരു സബബുണ്ടോ അവിടെ? ഇല്ല. അതേ സമയത്ത് അവിടെ ഉള്ളത് എന്താണ്, ഒരു വ്യംഗ്യമായ കാരണത്തെ, നമ്മൾ മിഥ്യയായ കാരണത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്വീകരിക്കുകയാണ്. ഒരു നിലക്കും അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതാക്കാൻ പറ്റില്ല. ഇതും നമ്മൾ സബബുകൾ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം. മറ്റൊരു വിഷയം, നമ്മൾ എല്ലാത്തിനും ഉപരി ഈ സബബുകൾ കൊണ്ട് എനിക്ക് പരിഹാരത്തെ നിശ്ചയിക്കുന്ന അള്ളയാണെന്ന ചിന്തയും സബബുകളിൽ അമിതമായി അവലംബിക്കുന്ന രീതി നമ്മുടെ ഭാഗത്ത് എന്ത് ചെയ്ത് ഒരു നിലക്കും ഉണ്ടാവരുത് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു സഹാബി വന്നുകൊണ്ട് ഒരു അസുഖത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞ് തേൻ കുടിക്കാൻ പറഞ്ഞു. ആ സഹാബി പിന്നെയും പിടിച്ചു പോയി പറഞ്ഞു, എന്ത്, ഞാൻ തേൻ കുടിച്ചു അസുഖം മാറിയില്ലാന്ന്. റസൂൽ പറഞ്ഞ മറുപടി എന്താ, നിന്റെ പള്ള ചതിച്ചു എന്നാണ് പറഞ്ഞത്. ആ തേനിനെ കുറിച്ചെല്ലാം എന്ത് ചെയ്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്, ആ വിഷയം പ്രയോഗിച്ചു. കാരണം തേന് ശിഫയാണ് അള്ളാഹ് പറഞ്ഞത്. പക്ഷെ ആ സബബ് അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല, ഒരു പക്ഷേ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, എത്രയൊക്കെ സബബുകൾ സ്വീകരിച്ചാലും ഈ സബബുകൾക്കപ്പുറത്ത് പരിഹാരം എനിക്ക് നൽകുന്നത് ആരാണ്, എൻ്റെ റബ്ബാണെന്ന ചിന്തയോട് കൂടിയിട്ടായിരിക്കണം ഒരു മനുഷ്യൻ ഇതാക്കേണ്ടത്. അപ്പോൾ ഏത് സമയത്തും അള്ളാഹിനെ അവലംബിക്കുന്ന ഒരു മനസ്സുണ്ടാകണം. അള്ളയും റസൂലും പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ സ്വീകരിക്കണം. മതത്തിന് വിരുദ്ധമായ ഒരു കാരണത്തെയും നമ്മൾ അവലംബിക്കരുത് എന്നൊരു രീതിയിലേക്കും നിലപാടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇത്തരം ആത്മീയ ചൂഷണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. ഇന്നത്തെ പ്രൂഫ് പോയിൻ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സത്യമായി മനസ്സിലാക്കുവാനും പരലോകത്ത് രക്ഷ നേടാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.